ഹായ് ഫ്രണ്ട്സ്, NSN ജോബ് വേൾഡിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പരാമർശിക്കുന്നത് ഇന്ത്യൻ നേവി റിക്രൂട്ട്മെന്റ് 2025 ബോട്ട് ക്രൂ സ്റ്റാഫ് ഇൻ ഇന്ത്യൻ നേവി. 10ാം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഒരു വേക്കൻസിയാണിത്. ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കേണ്ട അവസാന തീയതി 3/4/2025, അതായത് ഏപ്രിൽ 3 വരെ. ശമ്പള സ്കെയിൽ 25,500 രൂപ മുതൽ 81,000 രൂപ വരെ. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ഇനി നമുക്ക് നോട്ടിഫിക്കേഷന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. നെയിം ഓഫ് പോസ്റ്റ് സിറാങ് ഓഫ് ലാസ്കാസ്. SCക്ക് 8 ഒഴിവും STക്ക് 4 ഒഴിവും OBCക്ക് 15 ഒഴിവും EWSന് 5 ഒഴിവും ജനറൽ വിഭാഗത്തിന് 25 ഒഴിവും ഉൾപ്പെടെ ആകെ 57 ഒഴിവുകളാണ് ഉള്ളത്. ഇനി ഹൊറിസോണ്ടൽ റിസർവേഷൻ പറഞ്ഞിട്ടുണ്ട്. PWBDക്ക് 2ഉം ESMന് 5 ഒഴിവും എക്സ് സർവീസ് അഗ്നിവീഴ്സിന് 5 ഒഴിവുമാണുള്ളത്. ഇനി ഡിസബിലിറ്റി കാറ്റഗറിക്ക് ഒഴിവുകളുണ്ട്. അതിൽ VHന് 1ഉം D&Eക്ക് 1ഉമാണുള്ളത്. ഇതിന്റെ ശമ്പളം വരുന്നത് 25,500 രൂപ മുതൽ 81,100 രൂപ വരെയാണ്. അടുത്ത പോസ്റ്റ് ലാസ്കാർ 1. SCക്ക് 32 ഒഴിവും STക്ക് 13 ഒഴിവും OBCക്ക് 50 ഒഴിവും EWSന് 19 ഒഴിവും ജനറൽ വിഭാഗത്തിന് 78 ഒഴിവും ഉൾപ്പെടെ ആകെ 192 ഒഴിവുകളാണുള്ളത്. ഹൊറിസോണ്ടൽ റിസർവേഷനിലെ PWBDക്ക് 7 ഒഴിവും ESMന് 15 ഒഴിവും എക്സ് സർവീസ് അഗ്നിവീഴ്സിന് 15 ഒഴിവുമാണുള്ളത്. ഇനി ഡിസബിലിറ്റി കാറ്റഗറീസിന് VHന് 1 ഒഴിവും HHന് 3 ഒഴിവും OHന് 1 ഒഴിവും D&Eക്ക് 2 ഒഴിവുമാണുള്ളത്. ഇനി ശമ്പള സ്കെയിൽ വരുന്നത് 18,000 രൂപ മുതൽ 56,900 രൂപ വരെയാണ്. അടുത്ത പോസ്റ്റ് ഫയർമാൻ ബോട്ട് ക്രൂ. SCക്ക് 16 ഒഴിവും STക്ക് 5 ഒഴിവും OBCക്ക് 13 ഒഴിവുകളും EWSന് 8 ഒഴിവുകളും ജനറൽ വിഭാഗത്തിന് 31 ഒഴിവുകളും ഉൾപ്പെടെ ആകെ 73 ഒഴിവുകളാണുള്ളത്. ഇനി ഹൊറിസോണ്ടൽ റിസർവേഷൻ നോക്കാം. PWBDക്ക് 2 ഒഴിവും ESMന് 1 ഒഴിവും എക്സ് സർവീസ് അഗ്നിവീഴ്സിന് 1 ഒഴിവുമാണുള്ളത്. ഇനി അടുത്തതായിട്ട് ഡിസബിലിറ്റി കാറ്റഗറിക്കുള്ള നോക്കാം ഒഴിവുകൾ എന്തൊക്കെയാണെന്ന്. D&Eക്ക് 2 ഒഴിവുകളാണുള്ളത്. ഇതിന്റെ ശമ്പള സ്കെയിൽ വരുന്നത് 18,000 രൂപ മുതൽ 56,900 രൂപ വരെയാണ്. നെക്സ്റ്റ് പോസ്റ്റ് ടോപ്പാസ്. SCക്ക് 1 ഒഴിവും STക്ക് 1 ഒഴിവും EWSന് 1 ഒഴിവും ജനറൽ വിഭാഗത്തിന് 2 ഒഴിവും ഉൾപ്പെടെ ആകെ 5 ഒഴിവുകളാണുള്ളത്. ശമ്പള സ്കെയിൽ വരുന്നത് 18,000 രൂപ മുതൽ 56,900 രൂപ വരെ. അടുത്തായി ബാക്ക്ലോഗ് വേക്കൻസിയെ പറ്റി നോക്കാം. നെയിം ഓഫ് പോസ്റ്റ് ലാസ്ക 1. SCക്ക് 22 ഒഴിവും STക്ക് 9 ഒഴിവും OBCക്ക് 2 ഒഴിവും ഉൾപ്പെടെ ആകെ 33 ഒഴിവുകളാണുള്ളത്. PWBDക്ക് ഒഴിവുകളുണ്ട്. അതിൽ HHന് 1 ഒഴിവും D&Eക്ക് 2 ഒഴിവുമാണുള്ളത്. അടുത്ത പോസ്റ്റ് ഫയർമാൻ ബോട്ട് ക്രൂ. SCക്ക് 3 ഒഴിവും STക്ക് 2 ഒഴിവും ഉൾപ്പെടെ ആകെ 5 ഒഴിവുകളാണുള്ളത്. അടുത്തത് ടോപ്പാസ്. SCക്ക് 1 ഒഴിവ് മാത്രമാണ് ഉള്ളത്. അടുത്തതായി യോഗ്യതയും പ്രവൃത്തി പരിചയവും നോക്കാം. പോസ്റ്റ് സിറാങ് ഓഫ് ലാസ്കാസ്. 10ാം ക്ലാസ് പാസ്സായിരിക്കണം. 1947 ഇൻലാൻഡ് വെസൽസ് ആക്ട് അല്ലെങ്കിൽ മർച്ചന്റ് ഷിപ്പ് ആക്ട് 1958 പ്രകാരമുള്ള സിറാങ് സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയവരായിരിക്കണം. എക്സ്പീരിയൻസ് 20 ഹോഴ്സ് പവർ ഉള്ള വെസൽസ്, 2 വർഷത്തെ സിറാങ് ഇൻചാർജ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അടുത്ത പോസ്റ്റ് ലാസ്ക 1. 10ാം ക്ലാസ് പാസ്സായിരിക്കണം. നീന്തൽ അറിഞ്ഞിരിക്കണം. ഇനി എക്സ്പീരിയൻസ് നോക്കാം. 1 വർഷം വെസലിൽ വർക്ക് ചെയ്ത് പ്രവൃത്തി പരിചയമുള്ളവരായിരിക്കണം. അടുത്തത് ഫയർമാൻ. 10ാം ക്ലാസ് പാസ്സായിരിക്കണം. നീന്തൽ അറിഞ്ഞിരിക്കണം. പ്രീ സീ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തതിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അടുത്തത് ടോപ്പാസ്. 10ാം ക്ലാസ് പാസ്സായിരിക്കണം. നീന്തൽ അറിഞ്ഞിരിക്കണം. എല്ലാ തസ്തികൾക്കുമുള്ള പ്രായപരിധി വരുന്നത് 18 മുതൽ 25 വയസ്സ് വരെയാണ്. ഇനി വയസ്സിളവിനെ പറ്റി നോക്കാം ഓരോ കാറ്റഗറിയിലും. ആദ്യത്തെ കാറ്റഗറി SC ST ആണ്. അവിടെ 5 വർഷത്തെ വയസ്സിളവുണ്ട്. അതേപോലെ OBCക്ക് 3 വർഷത്തെ വയസ്സിളവുണ്ട്. PWBDയിൽ തന്നെ ജനറൽ വിഭാഗത്തിന് 10 വർഷവും OBCക്ക് 13 വർഷവും SC ST വിഭാഗത്തിന് 15 വർഷത്തെയും വയസ്സിളവുണ്ട്. അടുത്തത് ESMന് പീരീഡ് ഓഫ് മിലിറ്ററി സർവീസ് പ്ലസ് 3 ഇയേഴ്സ്. അതേപോലെ തന്നെ ഡിസേബിൾഡ് ഡിഫൻസ് സർവീസ് പേഴ്സണില് 3 വർഷത്തെ വയസ്സിളവുണ്ട്. അതിൽ തന്നെ SC STക്ക് 8 വർഷത്തെ വയസ്സിളവും ഉണ്ടായിരിക്കുന്നതാണ്. അടുത്ത എക്സ് സർവീസ് അഗ്നിവീഴ്സിനെ പറ്റി നോക്കാം. അതില് അഗ്നിപഥ് ഫസ്റ്റ് ബാച്ച് സ്കീമിന് 5 വർഷവും ബാക്കിയുള്ള ബാച്ചുകൾക്കെല്ലാം 3 വർഷവുമാണ് വയസ്സിളവുള്ളത്. അടുത്തതായി ഡിപ്പാർട്ട്മെന്റൽ കാൻഡിഡേറ്റ്സ് വിത്ത് 3 ഇയേഴ്സ് കണ്ടിന്യൂസ് സർവീസ് ഇൻ സെൻട്രൽ ഗവൺമെന്റ്. അവർക്ക് 40 വയസ്സ് വരെയും അതിൽ തന്നെയും SC ST വിഭാഗത്തിന് 45 വയസ്സ് വരെയും വയസ്സിളവുണ്ട്. അടുത്തത് വിഡോസ്, ഡൈവോഴ്സ്ഡ് വിമൻ ആൻഡ് വിമൻ ജുഡീഷ്യലി സെപ്പറേറ്റഡ് ഫ്രം ദെയർ ഹസ്ബൻഡ്സ് ആൻഡ് ഹു ആർ നോട്ട് റീമാരീഡ്. അവർക്ക് 35 വയസ്സ് വരെ വയസ്സിളവ് ഉണ്ടായിരിക്കുന്നതാണ്. അതിൽ തന്നെ SC ST കാറ്റഗറി ഉണ്ടെങ്കിൽ അവർക്ക് 40 വയസ്സ് വരെയും വയസ്സിളവ് ഉണ്ടായിരിക്കുന്നതാണ്. ഇനി ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്ന രീതി നോക്കാം. ആദ്യം സ്ക്രീനിങ് ഓഫ് ആപ്ലിക്കേഷൻ. നിങ്ങൾ കൊടുത്തിട്ടുള്ള ആപ്ലിക്കേഷൻ സ്ക്രീൻ ചെയ്തതിന് ശേഷം രണ്ടാമത്തെ സെക്ഷനിൽ അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഷോർട്ട് ലിസ്റ്റിംഗ് ഓഫ് ആപ്ലിക്കേഷൻ. അതിനുശേഷം ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് എഴുത്തു പരീക്ഷ ഉണ്ടായിരിക്കുന്നതാണ്.
ഇനി എഴുത്തു പരീക്ഷയുടെ സിലബസിനെ പറ്റി നോക്കാം. പാർട്ട് 1 സബ്ജക്ട് ജനറൽ ഇന്റലിജൻസ്, റീസണിംഗ് ആൻഡ് ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ്. അതിന്റെ മാക്സിമം മാർക്ക് സിറാങ് ഓഫ് ലാസ്കാസിനും ലാസ്കാർ 1നും ഫയർമാനും 20 മാർക്കാണ് വരുന്നത്. ടോപ്പ് പാസിന് 40 മാർക്കും. അടുത്തത് പാർട്ട് 2 ജനറൽ ഇംഗ്ലീഷ്. ജനറൽ ഇംഗ്ലീഷിന് സിറാങ് ഓഫ് ലാസ്കാസും ലാസ്കാർ 1നും ഫയർമാനും 20 മാർക്കാണ്. എന്നാൽ ടോപ്പ് പാസിന് 40 മാർക്കാണ്. അടുത്തത് പാർട്ട് 3 വരുന്നത് ജനറൽ അവയർനെസ് ആണ്. സിറാങ് ഓഫ് ലാസ്കാസിന് ലാസ്കാർ 1 ആൻഡ് ഫയർമാന് 10 മാർക്കാണ് വരുന്നത്. എന്നാൽ ടോപ്പ് പാസിന് 20 മാർക്ക്. ഇനി പാർട്ട് 4 ആണ്. പാർട്ട് 4 നോളജ് ഇൻ റിലവന്റ് ഫീൽഡ്. അതില് സിറാങ് ഓഫ് ലാസ്കാസിന് ലാസ്കാർ 1 ആൻഡ് ഫയർമാന് 50 മാർക്ക് മാത്രം. ഇനി ടോപ്പ് പാസിന് അതേപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ടോട്ടൽ 100 മാർക്കാണ് വരുന്നത്. ഇനി ഇത് അപേക്ഷിക്കുന്നതിനെ പറ്റി നോക്കാം. ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് www.joinindiannavy.gov.in. അപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്കൊരു രജിസ്റ്റേർഡ് ഇമെയിൽ ഐഡിയും മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം. ഇത് ചേഞ്ച് ചെയ്യാൻ പാടുള്ളതല്ല. ഇനി അപേക്ഷിക്കേണ്ട രീതി: വെബ്സൈറ്റിൽ പ്രവേശിച്ച് ജോയിൻ നേവി എന്ന വിൻഡോയിൽ പ്രവേശിച്ച് വേ ടു ജോയിൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സിവിലിയൻ എന്നത് വരും. അതിൽ ചെന്ന് അവിടെ നിന്നും ബോട്ട് ക്രൂ സ്റ്റാഫ് എന്ന വിൻഡോയിലെത്തി നിങ്ങളുടെ ഇമെയിൽ ID ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ സെറ്റ് ചെയ്യുന്ന പാസ്വേഡ് ഒരു കാരണവശാലും മറക്കാൻ പാടില്ല. തുടർന്നുള്ള കമ്മ്യൂണിക്കേഷന് ഈ പാസ്വേഡ് അത്യാവശ്യമാണ്. ഇനി ഉദ്യോഗാർത്ഥി നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തിനും തെളിവായിട്ട് നിങ്ങളുടെ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് ആണ് സമർപ്പിക്കേണ്ടത്. ഉദ്യോഗാർത്ഥികൾ ഇനി പറയുന്ന ഡോക്യുമെന്റ്സുകൾ JPEG അല്ലെങ്കിൽ JPG അല്ലെങ്കിൽ PDF ഫോമാറ്റിൽ വേണം അപ്ലോഡ് ചെയ്യാൻ. കൂടാതെ 3 മാസത്തിനുള്ളിൽ എടുത്ത കളർ പാസ്പോർട്ട് സൈസ് ഫോട്ടോ. സൈസ് പറയുന്നുണ്ട് 50 KB മുതൽ 100 KB വരെയാണ് വേണ്ടത്. കൂടാതെ വെള്ള പേപ്പറിൽ കറുത്ത മഷി കൊണ്ട് ഒപ്പ് രേഖപ്പെടുത്തിയത്, അതിനും സൈസ് ഉണ്ട്. 50 KB മുതൽ 100 KB വരെയാണ്. ബർത്ത് പ്രൂഫിനായി 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് PDF ആയി അപ്ലോഡ് ചെയ്യുമ്പോൾ സൈസ് 400 KB പാടുള്ളൂ. ഇനി ഐഡന്റിറ്റിക്ക് വേണ്ടി ആധാറിന്റെ കോപ്പി അപ്ലോഡ് ചെയ്യുമ്പോൾ PDF ഫോമാറ്റിൽ 400 KB താഴെ ആയിരിക്കണം. ഇനി വിദ്യാഭ്യാസ യോഗ്യതയ്ക്കായി 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് ഒന്നുകൂടി അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കോപ്പി PDF ഫോമാറ്റിൽ 400 KB താഴെ ആയിട്ട് അപ്ലോഡ് ചെയ്യണം. എല്ലാ തസ്തികയ്ക്കും പറഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകളുടെ കോപ്പി 400 KB താഴെയുള്ളത് PDF ആയി അപ്ലോഡ് ചെയ്യണം. ഇനി റിസർവേഷൻ കാറ്റഗറിക്ക് അതിനാവശ്യമായ സർട്ടിഫിക്കറ്റുകൾ 400 KB താഴെ PDF ആയിട്ട് അപ്ലോഡ് ചെയ്യുക. ഇനി ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടതിനു ശേഷം റിട്ടേൺ എക്സാമിന്റെ ഡേറ്റും തീയതിയും സ്ഥലവും നിങ്ങളുടെ വാലിഡ് ഇമെയിൽ IDയിലേക്ക് മെയിലായിട്ട് വരുന്നതായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഇനി എക്സാമിന് മാൽ പ്രാക്ടീസുകൾ ഒന്നും കാണിക്കരുത്. അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടാൽ 3 വർഷം മുതൽ 5 വർഷം വരെ ഡീബാർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇത്രയുമാണ് ഈ വിജ്ഞാപനത്തെ പറ്റി പരാമർശിക്കാനുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.